സർ നമസ്കാരം. നമസ്കാരം. സർ, എമ്പുരാൻ സിനിമ വിവാദമായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് രംഗത്തിറക്കിയിരിക്കുന്നത് അമ്മ മല്ലിക സുകുമാരനെയാണ്. അമ്മ മല്ലിക സുകുമാരൻ വന്നിട്ട് ഈ പറഞ്ഞ പൃഥ്വിക്കെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രാകുന്ന കണക്കിനുള്ള വർത്തമാനങ്ങളാണ്. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇത് അമ്മയല്ലല്ലോ പറയേണ്ടത്, നട്ടലുണ്ടെങ്കിൽ പൃഥ്വിരാജ് അല്ലേ? പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് മസൂദ് സയീദ് എന്നാണ്. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഓർഗനൈസറിൽ പറഞ്ഞിട്ടുണ്ട്, ജെയ്ഷെ ഭീകരനായിട്ടുള്ള മസൂദ് അഹ്സറിന്റെയും ലഷ്കർ എ ഭീകരനായിട്ടുള്ള ഹാഫിസ് സയീദിന്റെയും പേരുകൾ, അതിൽ നിന്ന് ഓരോ പേരുകൾ അടർത്തിയെടുത്തിട്ടാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും ഒരു ഒളിച്ചുകടത്തൽ തന്നെയല്ലേ? അതിനു വേണ്ടിയിട്ട് ഈ അമ്മമാരെയൊക്കെ എന്തിനാണ് രംഗത്തിറക്കുന്നത്? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകളൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ആ സിനിമ കണ്ടു. അപ്പം അതിൽ ഒരു സമാന കഥാപാത്രത്തിന്റെ പേര് വന്നതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സാമ്യത നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ എന്താ പറയുന്നത്, മഹാഭൂരിപക്ഷം ജനങ്ങളെ ഇളക്കി വിടുന്ന തോതിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അപകടകരമായിട്ട് ഞാൻ കാണുന്നത്. ഇതിൽ മല്ലിക സുകുമാരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പൃഥ്വിരാജ് കളിക്കുന്ന കളിയോട് അങ്ങേയറ്റം വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് ഞാൻ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ മുരളി ഗോപിയുടെ ഒരു ചിത്രം മാത്രമാണ്. കാരണം ഇതുവരെ അദ്ദേഹം പാലിച്ചിട്ടുള്ള മൗനം എന്നെ ആഹ്ലാദഭരിതനാക്കുകയാണ്. കാരണം നാളെ ഒരുപക്ഷെ അദ്ദേഹവും നാളെ 24 മണിക്കൂർ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴേക്കും അദ്ദേഹവും വാക്കു മാറിക്കൂടുന്നില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം കാണിക്കുന്ന മൗനം എന്നെ അങ്ങേയറ്റം ആഹ്ലാദഭരിതനാക്കുന്നു. കാരണം ഇതിലെ ഈ സംഭവം പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അതും മുരളി ഗോപിയാണ് അതിന്റെ തിരക്കഥ സംഭാഷണം എഴുതിയിരുന്നത്. ആ സിനിമ അങ്ങേയറ്റം എന്നെ ആകർഷിച്ച ഒരു ചിത്രമാണ്. പക്ഷെ അതിന്റെ അവസാനം ഈ ക്ലൈമാക്സ് എനിക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. പക്ഷെ ആ സിനിമയുടെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. അത്തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചുറ്റുപാട് ഒരു കൈതേരി സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച മുരളി ഗോപി ഇത്തരം ഒരു സാഹസം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കുകയും അത് ഒരു സിനിമയാക്കിയിട്ട് ഗോദ്ര കലാപത്തിന് ശേഷമുള്ള ഗുജറാത്തിന്റെ ചരിത്രം കേവലം ഒരു 20 മിനിറ്റിൽ ആ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുകയും ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇതിൽ വിളിക്കുമ്പോൾ ഈ സംഗതിയിൽ ഞാൻ എന്ത് പറയും എന്നുള്ളത് അറിയാതെയാണ് വിളിച്ചത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമയിൽ പറയത്തക്ക ഒരു തെറ്റുകളും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതിൽ എന്നെ ഭയപ്പെടുത്തുന്ന സംഗതി RSSന്റെ 4 or 5 പേര് സെൻസർ ബോർഡിൽ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഈ സിനിമ എങ്ങനെ റിലീസായിട്ടുള്ള എന്ന ചോദ്യം എന്നെ അങ്ങേറ്റം ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതുവരെ ഇന്ത്യയിലെ റിലീസായിട്ടുള്ള ചിത്രങ്ങൾക്കെല്ലാം തന്നെ RSSന്റെ സെൻസർ ബോർഡിലുള്ള അംഗങ്ങൾക്ക് ഒരു തൃപ്തികരമായ മറുപടി കിട്ടിയ ശേഷമാണ് അത്തരം ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. എങ്ങാട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലികാവകാശം, നമ്മുടെ സമത്വ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെടുന്നത് എന്നുള്ളത് നോക്കണം. ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഇത്. യേശു ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം എഴുതിയ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമാതിരി തന്നെ നമ്മുടെ ഭഗവാൻ കാലുമാറുന്നു എന്ന് പറഞ്ഞിട്ട് തോപ്പിൽ ബാസി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ നാടകം കേരളത്തിൽ കളിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം, ഇതിനൊക്കെ വിലയിരുത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതൊരു പുതുമയുള്ള സംഗതിയല്ല ഈ ഒരു സിനിമയ്ക്ക്. കാരണം ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അവിടെയൊക്കെ RSSന്റെ സ്വാധീനം നമ്മളിതിൽ വ്യക്തമായിട്ട് കാണണം. ഇതിലൊരു ഹിന്ദുത്വ ഭീഷണിയോ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു സംഭവങ്ങളോ വന്നിട്ടില്ല. ഗോദ്രയിലെ ആ തീവെപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗോദ്രയിലെ ഒരു ഗർഭിണിയിലെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടല്ലേ അവരിപ്പോൾ ഈയിടെ ഒരു വിധി എന്തോ മേടിച്ചിട്ടുള്ളത്. 10-20 കൊല്ലങ്ങൾക്ക് ശേഷമല്ലേ നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് ആ ഗർഭിണിക്ക് ഒരു നീതി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ സംഭവിച്ചതിനപ്പുറം അതിലൊന്നുമില്ലാത്ത സ്ഥിതിക്ക് പൃഥ്വിരാജ് ഈ അമ്മയെ മുന്നിൽ നിർത്തിയിട്ട് തൻ്റെ നിഷ്കളങ്കത്വം താൻ ഇതിലെ ഒന്നും അറിഞ്ഞില്ല എന്നൊരു സംവിധായകൻ പറയുമ്പോൾ, ഒരു സംവിധായകൻ ഒരു സിനിമയിലുള്ള ചുമതലയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ.
അപ്പൊ ഇത്രയും ഭീരുവായ ഒരു വ്യക്തി, ഇത്രയും കടിച്ചാൽ പൊട്ടാത്തൊരു വിഷയം, പൊള്ളുന്ന ഒരു വിഷയം, തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയത്തിലേക്ക് എന്തിനെ ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് ഈ ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്തിന് ഇതിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ള വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പൃഥ്വിരാജാണ്. ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ആ ഡയലോഗ് മോഹൻലാലും പറയാൻ പാടില്ല. മോഹൻലാൽ എങ്ങനെയാ പറയുക? ഒരു സിനിമയുടെ നിർമ്മാതാവാണ് അദ്ദേഹം. നമുക്കറിയാം മോഹൻലാലിന്റെ ആശീർവാദ് ഫിലിംസ് എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഒരു കളിയാണെന്നും അതിന്റെ പിന്നിൽ മോഹൻലാലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ മോഹൻലാൽ പറയുകയാണ് ഞാനും ഇതിലെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് പറയേണ്ട ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇവർ ഭയക്കുന്ന ഭീരുക്കളാണ് എങ്കിൽ ഈ വിഷയം സ്പർശിക്കാതിരിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RSS പിന്തുണയോടെയുള്ള BJP സർക്കാരാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഈ BJP സർക്കാരിനൊപ്പം നിൽക്കുന്ന ചരിത്രമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു വിഷയം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷെ മുരളി ഗോപി ഇത്തരത്തിലൊരു കഥ എഴുതിയതിന് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള തിയേറ്ററുകളിലെ ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ള CPM നേതാക്കളുടെ പ്രസ്താവന വന്ന ശേഷവും ആ ചിത്രം തിയേറ്ററുകളിൽ കളിക്കാൻ വടക്കോട്ടുള്ള സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥർ തയ്യാറായിട്ടില്ല. അത് രാജാവിനേക്കാൾ വലിയൊരു രാജഭക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിലത്തെ നമ്മുടെ ഈ കൈതേരി സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രവുമായിട്ടുള്ള സാമ്യത മാത്രമാണ് അതിലുള്ളത്. ബാക്കി നടന്ന സംഭവങ്ങളാണ് അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ മുരളി ഗോപി ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സിനിമ ഇതൊരു ബോളിവുഡ് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിലെ പല ഭാഗങ്ങളും കണ്ട പല ആൾക്കാർക്കും ഈ ബോളിവുഡ് ഭാഗങ്ങളും മലയാളത്തിലെ നമ്മുടെ ഈ എന്താ പറയേണ്ടത് രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഭാഗങ്ങളൊന്നും തന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ അതിലത്തെ ഈ ആദ്യത്തെ 20 മിനിറ്റ് ഒരു തൊട്ടാൽ പൊള്ളുന്ന സത്യത്തിലേക്ക് മുരളി ഗോപി ഇറങ്ങിച്ചെന്നതിന് ഞാൻ മുരളി ഗോപിയെ അഭിനന്ദിക്കുന്നു. പക്ഷെ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഈ ഒരു പെൺവേഷം കെട്ടൽ ഈ വിഷയത്തിൽ നമ്മൾ പറയില്ല ഒരു നപുംസക വേഷം കെട്ടലിനെ അങ്ങേയറ്റം അപലപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാർ അപ്പൊ പറയുന്നത് സാറ് ഈ കണ്ട ഒരു ആള് എന്ന നിലയ്ക്ക് ആ സിനിമയിൽ 10-20 മിനിറ്റ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഹിന്ദു വിരുദ്ധത ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ അതിലത്തെ MT രമേശ് പറഞ്ഞിട്ടുള്ള വാക്കാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയെ സിനിമയായിട്ട് കാണുക. ഇപ്പൊ കേരളത്തിലെ പക്വതയുള്ള കുറച്ച് നമ്മൾ പറയില്ലേ BJP പ്രവർത്തകർ ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സിനിമയെ സിനിമയായിട്ട് കാണുക. സിനിമ എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. ഇപ്പൊ അതിൽ മോഹൻലാൽ 20 പേരെ ഇടിക്കുന്നുണ്ട്. മോഹൻലാലിന് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കളരിയോ അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്തെങ്കിലും ആയോധന മുറകൾ അറിയുന്ന ഒരു വ്യക്തിയെ പോലും നേരിടാൻ മോഹൻലാലിന് ആവില്ല എന്നുള്ളത് നമുക്ക് അറിയ തന്നെ. നമ്മൾ ആ സിനിമയിൽ മോഹൻലാൽ 20 പേരെ അടിക്കുമ്പോൾ നമ്മൾ അതിൽ മാനസികമായി നമ്മൾ ഉല്ലസിക്കുന്നതും മാനസികമായിട്ട് നമുക്ക് അങ്ങേയറ്റം ആഹ്ലാദം പകരുന്നതും എന്താ, സിനിമയിലത്തെ നായകൻ വിജയിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയിലേറെ എക്സാജറേഷനാണ്. അത്തരം ഒരു എക്സാജറേഷൻ നിലനിർത്തിക്കൊണ്ട് ആ സിനിമയുടെ ഇത്തരം ഭാഗങ്ങളിൽ എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളത്, ഇപ്പോൾ ഗോദ്ര കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദ്ര ആ സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായ കാരണം കൊണ്ട് അതിൻ്റെ തലനാരിഴ കീറിയിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വിശകലനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പല കാര്യങ്ങളിലും അതിലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പൃഥ്വിരാജ് എന്ന് പറയുന്ന, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എനിക്ക് ആ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ആ മുസ്ലിം കഥാപാത്രം എങ്ങനെ ഈ എമ്പൂരാൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിലേക്ക് എത്തി എന്ന് കാണിക്കാൻ ആ വിഷയം ഒരു ആണിക്കല്ലാക്കുകയും ചെയ്ത എഴുത്തുകാരൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇതിൽ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഡാമേജ് നികത്തേണ്ടത് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉന്നയിച്ചിട്ടോ ഈ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ അല്ല. ഇത്തരം വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ RSS മാതിരി ജനകോടികൾ അംഗങ്ങളായിട്ടുള്ള RSS മാതിരി ഒരു രാഷ്ട്രീയ സംഘടന തയ്യാറാവണമെന്നാണ് എന്നെ പോലുള്ളവർക്ക്. ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആശയം പങ്കുവച്ചപ്പോൾ ഇതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ
വിമർശിക്കാം, പക്ഷെ അതിൽ നിന്ന് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ട വിധത്തിലേക്ക് ആ ഒരു വിഷയം കൊണ്ടുചെന്ന് എത്തിച്ചതിൽ അങ്ങേയറ്റം ദുഃഖിതനാണ് ഞാൻ. സത്യത്തിൽ അപ്പോ സാറ് പറയുന്നത് അത്തരത്തിൽ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുമ്പോൾ ഈ പറയുന്ന പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതെ ആകുന്നു എന്ന് പറയാൻ പറ്റുമോ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്നും ഇന്നലെയും ഇല്ലാതായി തുടങ്ങിയിട്ടുള്ളതല്ലല്ലോ കേരളത്തിൽ. അതിനല്ലേ കുട്ടിയോട് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ സംഭവം എൻ്റെ ഓർമ്മയിൽ യേശുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം എഴുതിയിട്ടുള്ള ഒരു ആൻ്റണിക്കാണ് ഏറ്റവും ഇവിടുത്തെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏറ്റവും ക്രൂശിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ നാടകം കളിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള സിനിമയിലും ഇത്തരത്തിലെ തോപ്പിൽ ബാസി അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം നേരിടുകയും നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉയരുകയും ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോ ഇപ്പൊ ഈ ചാവ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈയിടെ, ഒരു നമ്മുടെ അതെ. അതെ, ആ സിനിമയിലെ അതിഷ്ടപ്പെടാത്ത ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ക്ഷമിക്കണം, ഇന്ത്യയിലുണ്ട്. ആ സിനിമയിലെ പല ഭാഗങ്ങളും ആ സിനിമയിലെ സംഭവിക്കാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത്, പക്ഷെ അവര് ന്യൂനപക്ഷമാകുമ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷെ ഭൂരിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് തങ്ങൾക്ക് നേരെയുള്ള ഒളിയമ്പാണെന്നുള്ള ചിന്താഗതിയിൽ അവർ അതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ഹനിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് അടിച്ചു പറയുന്നു. എന്നെ ഇപ്പൊ നാളെ ഇതിന് ഇന്ത്യ വിരുദ്ധനെന്നോ അല്ലെങ്കിൽ എന്തെന്നാ പറയേണ്ടത്, എന്ത് മുദ്ര കുത്തിയാലും ഞാൻ പറയണു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു അങ്ങേയറ്റം വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇതിലത്തെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി സർ.